ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ സാംസങ് ഗാലക്സി A36 5G സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. സാംസങ് A35 സ്മാർട്ട് ഫോണിന്റെ സക്സസറായി വരുന്ന സ്മാർട്ട് ഫോണാണ് A36 5G. ഇതൊരു ഓഫ്ലൈൻ സെൻട്രിക് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് അല്പം കൂടുതലാണ് സ്പെസിഫിക്കേഷൻസ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയി ഒന്ന് പരിശോധിക്കാം. പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 7S Gen 2 പ്രൊസസ്സർ ആയിരിക്കും ഈ സ്മാർട്ട് ഫോണിൽ വരിക. 2.4 GHz ഈ സ്മാർട്ട് ഫോൺ പോക്ക് ചെയ്തിരിക്കുന്നത്. 8 കോർസ് ഉള്ള CPU ആണ്. 2.4 GHz ഫോർ പെർഫോമൻസ് കോഴ്സും 1.9 GHz ഫോർ എഫിഷ്യൻസി കോഴ്സുമാണ് ഉള്ളത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ നിർമ്മിച്ചൊരു പ്രൊസസ്സറാണത്. ഈ പ്രൊസസ്സർ ബിൽഡ് ചെയ്തിരിക്കുന്നത് സാംസങ് ആണ്. ഇതിലെ GPU Adreno 710 GPU ആണ്. അപ്പോൾ പ്രൊസസ്സറിലേക്ക് നോക്കിയാൽ വലിയ മോശമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 7S Gen 2 പ്രൊസസ്സർ. നിങ്ങളുടെ ഡെയിലി ടാസ്കുകൾ മാത്രം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയെ ഈ പ്രൊസസ്സറിനുള്ളൂ. വലിയ ഗെയിമിംഗ് ഒന്നും ഈ പ്രൊസസ്സറിൽ പ്രതീക്ഷിക്കരുത്. ഇനി സ്റ്റോറേജിലേക്ക് വന്നാൽ LPDDR5Xന്റെ 8GB RAM വേരിയന്റ് ആണ് ഉള്ളത്. UFS 3.1ന്റെ 128GB 256GB എന്ന ഇന്റേണൽ സ്റ്റോറേജ് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഈ സ്മാർട്ട് ഫോണിലുണ്ട്. അപ് ടു 1 TB വരെ സപ്പോർട്ട് ചെയ്യും. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ സാംസങ് ഡിവൈസുകളിൽ ഒരു പോസിറ്റീവ് ഘടകമാണ് അതിന്റെ ഡിസ്പ്ലേ. 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ സൂപ്പർ AMOLED സ്ക്രീനാണ് ഇവിടെ തന്നിട്ടുള്ളത്. 390 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. 1800 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കൂടിയാണിത്. 120 Hzന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണിത്. ഓവറോൾ നോക്കിയാൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ് സാംസങ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇനി ക്യാമറയിലേക്ക് വന്നാൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. 50 MBയുടെ മെയിൻ സെൻസറും 12 MBയുടെ അൾട്രാവൈഡ് സെൻസറും 5 MBയുടെ മാക്രോ സെൻസറുമാണ് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതിൽ 50 MBയുടെ മെയിൻ സെൻസറിൽ OISന്റെ സപ്പോർട്ട് ഉണ്ടാകും. 4K 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി 12 MBയുടെ അൾട്രാവൈഡ് ക്യാമറയിൽ 1080p 30 FPS വരെ മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി ഉണ്ടാവും. ഇനി 5 MBയുടെ തേർഡ് സെൻസർ മാക്രോ ക്യാമറയാണ്. മാക്രോ ഫോട്ടോസ് എടുക്കാനായി ഈ ക്യാമറ യൂസ് ചെയ്യാം. ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ 32 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. 1080p 30 FPS വരെ മാക്സിമം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഓവറോൾ നോക്കിയാൽ വളരെ ഡീസന്റ് ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ് സാംസങ് ഇവിടെ തന്നിട്ടുള്ളത്. മോശമില്ലാത്തൊരു ക്യാമറ പെർഫോമൻസ് തന്നെ ഈ സ്മാർട്ട് ഫോണിൽ നിന്നും ലഭിക്കും. ഇനി ബാറ്ററിയിലേക്ക് നോക്കിയാൽ 5000 mAhന്റെ ബാറ്ററിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് പവർ ചെയ്യാൻ 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ബോക്സിൽ ചാർജർ ഉണ്ടാകില്ല, ചാർജർ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. ഇനി സോഫ്റ്റ്വെയറിലേക്ക് നോക്കിയാൽ One UI 7 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 15 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 4 ഇയേഴ്സിന്റെ OS അപ്ഡേഷനും 5 ഇയേഴ്സിന്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേഷനും ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതാണ്. ഇനി അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ഡ്യുവൽ 5G സപ്പോർട്ട് ഉണ്ട്. ഡോൾബി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. നോക്ക് സെക്യൂരിറ്റി IP68ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റും നൽകിയിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. Wi-Fi 6 ആണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. ബ്ലൂടൂത്ത് 5.2 ആണ് ബ്ലൂടൂത്ത് വെർഷൻ. കൂടാതെ സാംസങ്ങിൻ്റെതായ കുറേയേറെ AI ഫീച്ചേഴ്സും ഈ സ്മാർട്ട് ഫോണിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതർ ഫീച്ചേഴ്സ്. ഇനി കൺക്ലൂഷനിലേക്ക് വന്നാൽ 35,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിന്റെ അണ്ടറിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഓഫ്ലൈൻ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് അല്പം കൂടുതലായിരിക്കും. 35,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ ഈ സ്മാർട്ട് ഫോൺ ഒട്ടും തന്നെ വാലിഡ് അല്ല. സാംസങ്ങിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ കാരണമാണ് ഇത്രയും ഹയർ ലെവൽ ഒരു പ്രൈസ് ഈ സ്മാർട്ട് ഫോണിൽ വരാൻ കാരണം. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റ് 20,000 രൂപ താഴെയുള്ള സ്മാർട്ട് ഫോണിൽ കാണുന്നൊരു ചിപ്സെറ്റാണ്. വളരെ ബേസിക് ലെവൽ പെർഫോമൻസ് മാത്രമേ ഈ ചിപ്സെറ്റ് കാഴ്ചവെക്കുകയുള്ളൂ. ഡെയിലി ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള പവർ മാത്രമേ ഈ സ്മാർട്ട് ഫോണിലുള്ളൂ. 35,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച സ്മാർട്ട് ഫോൺ മറ്റ് ബ്രാൻഡുകളുടെ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഈ സ്മാർട്ട് ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. സ്നാപ്ഡ്രാഗൺ 7S Gen 2 ചിപ്സെറ്റ് വെച്ച് വരുന്ന മറ്റ് സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഷവോമി റെഡ്മി നോട്ട് 30 Pro 5G 20,000 രൂപയുടെ അണ്ടറിലാണ് ഈ സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ 32,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിലാണ് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. പോക്കോ X6 5G
17,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിലാണ് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. റിയൽമി P2 Pro 5G 22,000 രൂപയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ കറന്റ് പ്രൈസ്. റിയൽമി 30 Pro 5G 22,000 രൂപയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ കറന്റ് പ്രൈസ്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 പ്രൊസസ്സർ വെച്ച് വരുന്ന മികച്ച പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്മാർട്ട് ഫോൺസ് ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. 35,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റിൽ മികച്ച സ്മാർട്ട് ഫോൺസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു സാംസങ് ഡിവൈസ് തന്നെ വേണം, ആ ഒരു ബ്രാൻഡ് വാല്യൂ നോക്കിയാണ് നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ യൂസേജ് വലിയ ഗെയിമിംഗ് ഒന്നുമില്ല, ഡെയിലി പരിപാടികൾ മാത്രം, ഡെയിലി ടാസ്കുകൾ മാത്രം ഹാൻഡിൽ ചെയ്യാനുള്ള സ്മാർട്ട് ഫോൺ ആണെങ്കിൽ, അതായത് സോഷ്യൽ മീഡിയ ആപ്സും ക്യാമറയും അത്യാവശ്യം ബാറ്ററി ലൈഫും ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ചൂസ് ചെയ്യാവുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് A36 5G. ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2025 ഫെബ്രുവരിയോ മാർച്ചിലോ ആയിരിക്കാം. റൂമേഴ്സ് പ്രകാരമുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ചില വേരിയേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ക്യാമറ, പ്രോസസർ, ഡിസ്പ്ലേ എന്നിവയ്ക്ക് മാറ്റം വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.